ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു മാംഗോ ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിച്ചെടുത്ത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ അരിച്ചെടുക്കുന്ന പാർട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കേക്കിൻ്റെ പെർഫെക്ഷൻ ഒട്ടും തന്നെ ശരിയാവില്ല. ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടുള്ള ഷുഗർ ആണെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പോളം മതിയാവും. ഇത് അല്പാൽപ്പായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഫുള്ള് ഒന്നിച്ചിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, അത് പെട്ടെന്ന് ബീറ്റായി കിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്ലഫി ആയി വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് ഒരു ലോ സ്പീഡിൽ വേണം പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ലൈറ്റായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുക. അല്പാൽപ്പായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിസ്കാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സ്പാറ്റുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അല്പാൽപ്പായിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാൻ, എല്ലാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് അല്പാൽപ്പായിട്ട് ഫ്ലോറിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഫ്ലോറ്, അതിൻ്റെ കൂടെ അല്പം പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോറും മിൽക്കും കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സ് ആയതിനു ശേഷം ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഇനി ഇതൊരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ച കേക്ക് ടിന്നാണിത്. 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രഫിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഗനാഷ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാംഗോ ട്രഫിൾ ആയതുകൊണ്ട് മാംഗോയുടെ തന്നെ ഫ്ലേവറുള്ള ചോക്ലേറ്റ് കിട്ടും, അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഇറക്കി വെച്ചതിന് ശേഷം തന്നെ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റായി വന്നതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് അല്പം യെല്ലോ ഫുഡ് കളറും പിന്നെ മാംഗോ എസൻസും കൂടെ ചേർക്കുക ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു മാംഗോ ക്രഷ് റെഡിയാക്കണം. ഞാനൊരു 1/2 കപ്പ് മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര, ഞാൻ കുറച്ചിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തണുപ്പിച്ചെടുത്ത ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അതുപോലെ ബീറ്റർ ബ്ലേഡും ഡ്രൈയും അതുപോലെ തണുപ്പിച്ചെടുത്തതും ആയിരിക്കണം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇതിൽ ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ക്രീം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതുപോലെ കേക്കിന് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഒരു കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം ഇട്ട് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. അതിപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രീം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മാംഗോ ക്രഷും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ലെയറും കൂടെ വെക്കാം. നെക്സ്റ്റ് ലെയറും വെച്ചിട്ട് ഇതേ പ്രൊസീജിയർ നമ്മൾ തുടരുക. തേർഡ് ലെയറും വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ മെയിൻ കോട്ടിങ് കൊടുക്കാം. ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെ ക്രംസ് ഒന്നും പുറത്തേക്ക് വരില്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്ക് മെയിൻ കോട്ടിങ് കൊടുക്കാം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്പാറ്റുല ഉപയോഗിച്ചിട്ട് കറക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗം പൊങ്ങിയും താണിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ക്രീം എവിടെയെങ്കിലും കുറവാണെന്ന് തോന്നുമ്പോൾ അപ്പോൾ അവിടെ ക്രീം തേച്ചതിന് ശേഷം ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരുവിധം ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഡിസൈനുള്ള സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ എഡ്ജൊക്കെ കുറച്ച് ലെവലല്ലാണ്ട് വരുന്ന സമയത്ത് ഒന്ന് സ്പാറ്റുല ഉപയോഗിച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗനാഷ് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കുറച്ച് മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം നമ്മൾ നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗനാഷിൻ്റെ ചൂട് കൂടാൻ വേണ്ടി പാടില്ല. ഗനാഷിൻ്റെ ചൂട് കൂടിയാലും അതുപോലെ കേക്കിൻ്റെ തണുപ്പ് കുറഞ്ഞാലും നമ്മുടെ ആ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ കൂടെ തന്നെ ഒലിച്ച് താഴെ ഇറങ്ങും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാം ഗനാഷ് ഉപയോഗിച്ചിട്ട്. ഞാനിത് ഇതിൻ്റെ ടോപ്പിൽ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സൈഡിൽ ഡ്രിപ്പായിട്ട് അങ്ങ് വീണോളും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് ഡ്രിപ്പായിട്ട് താഴെ ഒഴിച്ചിറങ്ങും. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്ന് ബോർഡറും കൂടെ കൊടുക്കാം. ബോർഡറൊക്കെ ഏത് ഡിസൈൻ വേണമെങ്കിൽ ഏത് നോസിൽ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഗാർണിഷിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കൂടുതൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗാർണിഷൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഡിസൈനൊക്കെ ഇഷ്ടമുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ ചെയ്യാം. മിക്സിയിൽ ഉണ്ടാക്കുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.